ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ്, ഇന്നൊരു വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. ആരാന്നുള്ളതൊക്കെ സർപ്രൈസ് ആണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ആരാന്നുള്ളത്. ആൻഡ് നമുക്ക് വേഗം പോകാനായിട്ട് റെഡി ആവാം അല്ലേ. ഞങ്ങളിന്ന് തൃശ്ശൂർ ടൗണിൽ മീറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ 3 പേരായിരുന്നു പ്ലാൻ ചെയ്തത്. ഫൈനലി ഇപ്പോൾ 2 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എനിവേയ്സ് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് പോവാം. അപ്പോൾ ഡ്രസ്സ് ഞാൻ ഇതാണ് ഇടുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ജീൻസും. ഞാൻ ഫുൾ ഫോട്ടോ ഞാൻ സൈഡിലെവിടെയെങ്കിലും കൊടുക്കാം. ആൻഡ് നമുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ പോവാണ്. ആദ്യം മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസറിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓവിൻ്റെ അലോവേറ ജെല്ലാണ്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നല്ലോണം സ്വെറ്റ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവാനും ഒക്കെ ചാൻസ് ഉള്ള ടൈമല്ല. ഇതിപ്പോൾ നല്ലൊരു സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാക്മേയുടെ ഒരു പ്രൈമറാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പോസുള്ള ഏരിയയിലും അതേപോലെ തന്നെ സ്വെറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയാസിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ മെബലൈൻ്റെ ബേബി ലിപ്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ലിപ്സും കൂടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ജസ്റ്റ് എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം കൺസീൽ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് NYBയുടെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഡാബ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സൺസ്ക്രീനുള്ള ഒരു BB ക്രീം, അതായത് നമ്മുടെ പോൺസിൻ്റെ BB ക്രീമാണ് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ BB ക്രീം നന്നായിട്ട് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈവൺ ആയിട്ട് തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം. നമുക്കൊരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ട. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കളർ എസൻസിൻ്റെ HD കോമ്പാക്ട് പൗഡറാണ്. അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഹെയർ ലൈനിൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അതിനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട്, അതായത് ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു റോസ് ഗോൾഡ് കളറാണ്. അത് ഉപയോഗിച്ച് രണ്ട് ക്രീസിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു എൻഡിൻ്റെ ആ ഒരു പൊസിഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ചെറിയൊരു ബേസിക് കളർ കൊടുക്കുകയാണ്. അത്രേ ചെയ്യുന്നുള്ളൂ. 2 ഐസും ഒരേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ബ്രോ ബോൺസ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. 2 ബ്രോസിൻ്റെ അടിയിൽ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ബ്രോ ബോൺസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രോസ് ഫിൽ ചെയ്തും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ്റെ മേക്കപ്പ് സെറ്റായിട്ടുണ്ട്. ആൻഡ് അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഒരു സ്പൂലി ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഞാൻ SQൻ്റെ സ്റ്റേക്യുവക്കിയുടെ ബഡാസ് ലൈനറാണ്. അപ്പോൾ ഞാൻ 2 ഐസും സിമ്പിളായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ഐസിൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ലിപ്സ് സെറ്റ് ചെയ്യാം. ആയിട്ട് ലിപ്പ് ലൈനർ ഞാനിവിടെ ഡാസ്ലറിൻ്റെ ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് അതിന് തന്നെ ഫില്ലിങ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് ഓംബ്രെ ബ്ലഷ് പാലറ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ട് വയ്ക്കണം. ആൻഡ് ഞാൻ ഐസ് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ട് മസ്കാര ഇടാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണേ. അപ്പോഴേക്കും ഞാൻ ഹെയറും ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പൊട്ടൊക്കെ വെച്ച് സിന്ദൂരൊക്കെ വെച്ച് അതുപോലെ തന്നെ ഹെയറൊന്ന് അഴിച്ചിട്ടിട്ട് വന്നിട്ടുണ്ട്. മുടി വേറെടുത്ത് ഉള്ള മുടി മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. അത്ര കൊഴിച്ചലായിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. ഹെവി കൊഴിച്ചലാണ്. ഞാൻ കാണിച്ചത് നിങ്ങളാരും വിശ്വസിക്കില്ല, അത്ര കൊഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ വെൽ, ഞാൻ ജസ്റ്റ് കേൾ ചെയ്യാൻ പോവാണ്. ഞാൻ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഓവർ കുട്ടി ഫീലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പോകാൻ പോവാണ്. ആൻഡ് ഒരാളെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആരാന്ന് നമുക്ക് നോക്കാം. സോ വേഗം പോവാം. ഞാൻ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ പതുക്കെ അപ്ഡേറ്റ് ചെയ്യായിട്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്, പോവാണ്. വിചാരിക്കുന്നു, നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇറങ്ങിയിട്ട് താഴെ നിന്ന് കാണാം. സോ ഗൈസ്, ഞാൻ അവിടെ മാൾ ഓഫ് ജോയിൽ എത്തിയിട്ടുണ്ട്. ഗസ്റ്റ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മീറ്റ് ചെയ്യാം.
ഹലോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷ, ഞാൻ വെറുതെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയച്ചതാ. അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ വരുമെന്ന് വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് വാട്സപ്പിലപ്പോഴെന്ന് വിചാരിച്ചാൽ ഭയങ്കര തിരക്കാണ്. ജോലി എനിക്ക് ഈ കാലത്തിന് വരെ എൻ്റെ ഡ്യൂട്ടി ആരെടുത്തൊക്കെ എല്ലാവരും ശരിക്കും ഭയങ്കര അഹങ്കാരാണ്. ഇപ്പൊ വീഡിയോ ഇടുന്നതിൻ്റെ ഇടയിൽ ഞായറാഴ്ച ഇപ്പൊ ഇന്നത്തെ ഫുള്ള് പോയിട്ടാണ്. അതാണ് ഒരു ദിവസം പോയി. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാന്ന് വെച്ചൊന്ന് നടത്തി ചെല്ലുമ്പോഴൊരു നേരമാവും. പിന്നെ രാവിലെ ഷൂട്ട് ചെയ്ത കാരണം അതൊക്കെ വെച്ചിട്ട്
നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാൾ ഓഫ് ജോയിലാണ്. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ആരാന്ന് നിങ്ങൾ കണ്ടില്ലേ, ഉമ്മ ചേച്ചിയാണ് കൂടെ ഉള്ളത്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് കമ്പനി അടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. സോ ഞാൻ അങ്ങനെ ഇത് വെറുതെ വീഡിയോ അങ്ങനെ ഞങ്ങൾ ചുമ്മാ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ ഒരു മിനിറ്റ് ഞാൻ അറിയില്ല എന്താ പറയേണ്ടതല്ലേ. ഇനി ചേച്ചിന് ചുമ്മാ പൊക്കി പറഞ്ഞു. ഓക്കെ ഓക്കെ തുടങ്ങണേ. ആക്ഷൻ. കുറേ നാളത്തെ പ്ലാനിങ് ഒന്നും പറയില്ല, കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തത് അവിടെ വന്ന് മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ മാൾ ഓഫ് ജോയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഞാൻ വിചാരിച്ച പോലെ ആള് അത്ര ഭയങ്കര സംഭവം ഒന്നല്ല കേട്ടോ, ഒരു പാവം പിടിച്ച കുട്ടിയാണ്. ഭയങ്കര പാവമാണ്. ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ട് പേടിച്ചിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ചുള്ളൂ, കുറച്ച് കണ്ടന്റേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു എക്സൈറ്റ്മെന്റിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറെ നേരം ഇവിടെ കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കാണിക്കാന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ സംസാരിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടായിട്ട്, അപ്പൊ പറഞ്ഞൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ നോക്കിയിട്ട് യുക്തിപൂർവ്വം കുറച്ചൊക്കെ പണി തരും. കുറച്ചേ പണി തരുള്ളൂ. ഇനി സൗണ്ട് എത്ര ക്ലിയർ ഉണ്ടാവും മൈക്കിലല്ലോ. പിന്നെ ബാക്കി നമുക്ക് മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം സൗണ്ടില്ല. പിന്നെന്താ, ചേച്ചി അതേപോലെ തന്നെ ഭയങ്കര കൂളാണ്. സാരി കൊടുത്ത് ഭയങ്കര മെച്ചൂരിറ്റി കാണിക്കാനൊക്കെ വന്നേക്കണേ. ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല മേഘ ഉണ്ടായിരിക്കുന്ന വിചാരിച്ചത്. ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇവരിൽ വെച്ചിട്ട് കുറച്ച് വലിയ ആള് ഞാനാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മെച്ചൂരിറ്റി കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ വായ തന്നാ പോയി. പിന്നെന്താ അപ്പൊ നല്ലൊരു ദിവസമായി അല്ലേ? അതെ, പെട്ടെന്നൊരു ദിവസം പോയി. പക്ഷെ ലേറ്റ് ആയി പോയി. ഞങ്ങൾ 10 മണിക്ക് പ്ലാൻ ചെയ്തതാ. 10 മണി കണ്ടെത്തി വന്നപ്പോ തന്നെ 11 മണിയായി. നേരെ മാൾ ഓഫ് ജോയിലാണ് ഇപ്പൊ ഞങ്ങള് വന്നിരിക്കുന്നത്. നമ്മുടെ ഇതെന്തോ റെസ്റ്റോറന്റ് പേരെന്താ, കറി ബേക്സ് റെസ്റ്റോറന്റ് ആണ് കേട്ടോ. മാൾ ഓഫ് ജോയിൽ നല്ല റെസ്റ്റോറന്റ് ആണ്, നല്ല ആംബിയൻസ് ആണ്. ബുഫേ ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും 12 മണിയാകുമ്പോൾ. നമ്മളിപ്പോ ഇവിടുന്ന് ഓടിക്കും. അപ്പോഴേക്കൊന്ന് ലൈവ് വരാം. എന്നാ ശരി, പിന്നെ കാണാം. ബ്ലോഗിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതൊക്കെ കയറി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ചേട്ടുമാരൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ പോലെ നോക്കുന്നുണ്ട് ഞങ്ങള്. അപ്പോൾ ഞങ്ങളിതാ മാൾ ഓഫ് ജോയിൻ ഇങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങാണ്. അയ്യോ, ഇടി പോയി. ഇപ്പൊ പെട്ടെന്ന് അപ്ഡേഷൻസ് ഒന്നും തരാൻ പറ്റിയില്ല. ഞാൻ ആകെ ചുറ്റിപ്പോയി. കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ശോഭാ സിറ്റിയിൽ പോകാനായിരുന്നു. അപ്പൊ ചേച്ചി അവിടെ ആദ്യം എത്തി. അപ്പൊ ഞാനാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനും ഫോൺ എടുത്തില്ല. അപ്പോൾ ചേച്ചിയും കൺഫ്യൂഷനായി, എനിക്കും കൺഫ്യൂഷനായി. ഞാൻ കോള് കണ്ടില്ല. ഞാൻ നേരെ ടൗണിൽ കറക്റ്റ് ശോഭാ സിറ്റിയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാന്ന് ചേച്ചി ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ ചേച്ചിട്ട് ചറവറ മിസ് കോൾസ്. അപ്പൊ ചേച്ചി എന്ത് ചെയ്തു, അവിടെ നിന്ന് തിരിച്ച് പേടിച്ചിട്ട് വീണ്ടും പോയി. ഞാൻ ശക്തിക്ക് റിട്ടേൺ പോകാന്നുണ്ടെന്നു. കാരണം എന്ന് വെച്ചാൽ ചേച്ചിക്ക് അങ്ങനെ തൃശ്ശൂർ വലിയ പരിചയമല്ലോ, മലപ്പുറംകാരിയല്ലേ ബേസിക്കലി. അപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് തന്ന ചേച്ചി എന്നാൽ അവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വരാന്നിട്ട് വിളിച്ചു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞാൽ എന്നാൽ നമുക്ക് മാൾ ഓഫ് ജോയിൽ തന്നെ മീറ്റ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ഞാൻ വീണ്ടും ഷോപ്പിൽ നിന്ന് ഗെയിം വീണ്ടും ട്രാവൽ ചെയ്ത് വീണ്ടും ശക്തനിൽ പോയി നേരെ മാൾ ഓഫ് ജോയിൽ കയറി. അങ്ങനെ കുറെ ചുറ്റിപ്പറ്റിയിട്ടാണ് ചേച്ചിനെ കണ്ടുമുട്ടിയത്. ആൻഡ് ബാക്കിയൊക്കെ വ്ളോഗിലൂടെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ.
സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ആൻഡ് അതിന് മുമ്പ് ഞാൻ എന്റെ ബേസിക് അപ്ഡേഷൻസ് എന്ന് പറയാം. ഇത്രയും മണിക്കൂർസായിട്ട് ഏകദേശം ഞാനൊരു 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് മേക്കപ്പ്. ജസ്റ്റ് അതുകൊണ്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പ്രൈമർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരുവിധം ഡള്ളായിട്ടുണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് പിന്നെന്താ, ചേച്ചിയുടെ കൂടുതലുള്ള ടൈം ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് യുനോ ചേച്ചി ഭയങ്കര കൂളാണ്, കാമാണ്, നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ്. നന്നായി സംസാരിക്കുമെങ്കിൽ പോലും ഭയങ്കര കാം കൂളൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പക്ഷെ എന്തായാലും കുറച്ചുകൂടെ ആൾക്കാരൊക്കെ കൂടി ഉണ്ടാകുമ്പോൾ എന്തായാലും അടിപൊളി ഒരു മീറ്റപ്പ് വയ്ക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞങ്ങൾ മിസ് ചെയ്യുന്നത് സ്പെഷ്യലി മേഘേനെയാണ്. അപ്പോൾ മേഘയുടെയും അതുപോലെ തന്നെ ഹിംചേച്ചിയുടെയും ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്ലോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. സോ അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തി വന്ന് കയറിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരു സൈൻ ഓഫ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് കുറച്ച് അപ്ഡേഷൻസ് കൂടെ പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫേസിൽ ചെയ്തതിൽ ഇവിടെയൊക്കെ ഡള്ളായിട്ടുണ്ട്.